ഹലോ ഫ്രണ്ട്സ്, ഇത് പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി കിട്ടിക്കൊണ്ടിരുന്ന ചെറുകിഴങ്ങെന്ന് പറഞ്ഞൊരു നമുക്ക് കപ്പ പോലെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു സംഭവം. ഇത് മണ്ണിനടി നന്നായിട്ടുണ്ടാകുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു കിഴങ്ങ് എനിക്ക് കിട്ടിയത് ഞാനിട്ട് വളർത്തിയെടുത്തതാണ്. അപ്പം ഇത്രയും എണ്ണം കിട്ടിയതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഞാൻ ഗ്രോ ബാഗിനകത്താണ് ഇട്ട് വളർത്തി കേട്ടോ. അപ്പോഴത്തേക്ക് ഈ ഗ്രോ ബാഗിനകത്തെല്ലാം എലി കയറി ഇതെല്ലാം പൊട്ടിച്ച് കളയേണ്ടത് നോക്കി, അതുകൊണ്ടാണ് നേരത്തെ എടുത്തത്. അപ്പോൾ ഇതുണ്ടോ, ആ സൈഡെല്ലാം കീറി വെച്ചിട്ടുണ്ട് ഒരു സൈഡ്. ഇതിന് എലിയുടെ ശല്യം നന്നായിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മളിങ്ങനെ വിളവെടുക്കുമായിരുന്നു. നേരത്തെ വിളവെടുത്തി, അതുകൊണ്ട് ചെറിയ ഒത്തിരി കാറുണ്ട്. ഇത് കറക്റ്റ് സമയത്തല്ല നമ്മൾ വിളവെടുത്തേക്കുന്നത്. ഇതുണ്ടോ, ഒരുപാടെണ്ണം ഉണ്ട്. ഇപ്പം തന്നെ ഈ ഒരു മൂടിനകത്ത് തന്നെ നമുക്ക് കുറേ ചെറുതാണ് നിൽക്കുന്നത്. എല്ലാം ഒന്നും പരുവത്തിനായിട്ടില്ല, കുറച്ചും കൂടെ ഒക്കെ വലുതാവും. ഒരു മൂടിനകത്ത് തന്നെ നമുക്ക് ധാരാളം ഇതുണ്ടാവും, നല്ല രീതിയിൽ തന്നെ ഇതുണ്ടാവും. ഈ വേരിനകത്തെല്ലാം നമ്മുടെ ഈ കപ്പലണ്ടിയൊക്കെ കിടക്കത്തില്ല, കിഴങ്ങൊക്കെ നമ്മൾ വെക്കുമ്പോൾ എങ്ങനെയാണ് നിൽക്കുന്നത് അതുപോലെ ഉണ്ടായി വരും. ഇതുണ്ടോ, ഇതിൻ്റെ ഈ വള്ളിക്കകത്ത് ചെറിയ മുള്ളുണ്ട് കേട്ടോ. ഇത് നമുക്ക് കറി വെച്ച് കഴിയുമ്പോൾ നല്ല കറി വെക്കുമല്ലോ, ഇത് നമ്മൾ പുഴുങ്ങി തിന്നും. നമ്മുടെ കാച്ചിലൊക്കെ പോലെ തന്നെ ഇത് പുഴുങ്ങി തിന്നും. പുഴുങ്ങുമ്പോഴത്തേക്ക് ഇത് പൊട്ടിക്കറി വരും. അപ്പോൾ ഇത് നമ്മൾ എടുത്ത് വെച്ച് നല്ല പൊടി പോലെ കിട്ടും, നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിനൊരു. പക്ഷേ ഇതിന് ചെറിയൊരു ചെവയുണ്ട്, പക്ഷെ എന്നാലും എനിക്കിഷ്ടമാണ്, ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഏകദേശം നമുക്ക് ഒരു എന്താ പറയുന്നത്, അത്രയും ഞാൻ മുമ്പേ കാണിച്ചതിൻ്റെ അത്രയും നമുക്കിതിനകത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ വീഡിയോയ്ക്കകത്തുള്ളത്. അപ്പം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും കൃഷി ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കണം കേട്ടോ. നമ്മൾ അവനെന്താ ചെയ്യുന്നത് അതൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖവും സന്തോഷവും ഒക്കെ വേറെ. അതുപോലെ ഇതൊന്നും വിഷം അടിക്കാതെ നമുക്ക് കിട്ടുന്ന സംഭവമല്ലേ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണേ. അപ്പം താങ്ക് യു.